കേരളത്തിന് പണം നൽകുമ്പോൾ ഉപാധി വയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്ത് നൽകി രാജീവ് ചന്ദ്രശേഖർ. ശമ്പളവും പെൻഷനും ആദ്യം നൽകണമെന്ന ഉപാധിയോടെ മാത്രമേ പണം നൽകാവൂ എന്നും ആവശ്യപ്പെട്ടാണ് കേന്ദ്രത്തിന് രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത്. സാമൂഹ്യനിധി പെൻഷനുകളും KSRTC അടക്കമുള്ള ജീവനക്കാരുടെ ശമ്പളവും നൽകുന്നതിന് ആദ്യ പരിഗണന നൽകി മാത്രമേ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും പണം അനുവദിക്കാവൂ എന്ന തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ഈ ആവശ്യം മുൻനിർത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് രാജീവ് ചന്ദ്രശേഖർ കത്തു നൽകി. ഒരു 3.5 ലക്ഷം ഗവൺമെന്റ് എംപ്ലോയീസ്, പിന്നെ റിട്ടയർഡ് സ്റ്റാഫ്, അതിന്റെ എക്സാക്ട് നമ്പർ എൻ്റെ അടുത്തില്ല, പിന്നെ റിവിഷൻ സാലറീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, പിന്നെ എത്രയോ സാലറീസ് ആൻഡ് വേജസ് വേരിയസ് സ്കീംസ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസ് ലൈക്ക് KSRTC. ഇതിലെല്ലാം 3 മാസം 7 മാസം ആയിട്ട് ഡിലേ, പിന്നെ ശമ്പളത്തിന് ഡിലേ. ഇതെല്ലാം ശരിക്കും പാവങ്ങളെയും അവരെ പെൻഷനേഴ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ, ഒരു വേദന ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെല്ലാം ഒരു ഏറ്റവും വലിയ ഫെയിലിയർ ആണ് സംസ്ഥാന സർക്കാരിൻ്റെ. നമുക്കറിയാലോ, 2 ദിവസമായിട്ട് മുഖ്യമന്ത്രി പറയുന്നു സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. അതിന്റെ സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ, മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി ഈസ് നോ റീസൺ ഫോർ സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ്. അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ നിർമ്മല സീതാരാമൻ ഒരു എഴുതി. ആ ലെറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനി കാശ് റിലീസ് ചെയ്യുമ്പോൾ അതിന് ഒരു കണ്ടീഷനായിട്ട് കാശ് റിലീസ് ചെയ്യണം. ആ കണ്ടീഷൻ എന്താണ്? The government of Kerala must pay all the dues to pensioners and government employees before using the money. ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തിയ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പെൻഷൻ സംഘടനകളും തൊഴിലാളി സംഘടനകളും രാജീവ് ചന്ദ്രശേഖറിനെ സമീപിച്ചിരുന്നതാണ്. ജനം, തിരുവനന്തപുരം.